വെളിപ്പാട് പുസ്തകമാണല്ലോ നാം ഒന്ന് മനസ്സിലാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 14-ാം അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 14, 14-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 14 to 20. 14-ാം അധ്യായത്തിന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യം. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്തു നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. മതി. കഴിഞ്ഞ ദിവസം നാം 14-ാം അധ്യായത്തിന്റെ 13 വരെയുള്ള വാക്യം ചിന്തിച്ചിരുന്നു. സ്തോത്രം. ഇതിന്റെ ഈ 12, 13, 14, 15 അധ്യായം പ്രത്യേകമായ ഒരു ഇടവേളയാണെന്ന് നാം ചിന്തിച്ചിരുന്നു. 11-ാം അധ്യായത്തിൽ നാം സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവുവൃക്ഷം, 2 നിലവിളക്ക് ആയ മോശയെയും ഏലിയാവിനെയും കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. 1260 ദിവസം അവർ പ്രവചിക്കുന്നതായിട്ട് നാം കണ്ടു. തുടർന്ന് 7-ാമത്തെ ദൂതൻ ഊതുന്നതാണ് കണ്ടത്, കാഹളം ഊതുന്നത്. ലോകരാജ്യത്തെ നമ്മുടെ കർത്താവിന് അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്ന് നാം കാണാനിടയായി. തുടർന്നാണ് 12, 13, 14, 15 അധ്യായം. അപ്പോൾ ആ 7-ാമത്തെ ദൂതൻ ഊതിയത് അവിടെ തീരുന്നില്ല. സ്തോത്രം അതിൻ്റെ പ്രത്യേകത നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നടുവിലുള്ള ഒരു ഇടവേളയാണ് 12, 13, 14, 15 അധ്യായം. സ്തോത്രം. ഈ 4 അധ്യായം നാം ചിന്തിച്ചു. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിൽ നിന്നുകൊണ്ട് കാണുന്ന ദർശനമാണെന്ന് നാം ചിന്തിപ്പാനിടയായി. അത് ആ സമയത്ത് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ അന്നാരം നടക്കുന്ന കാര്യമല്ല. അതിനു മുൻപായി യോഹന്നാൻ അപ്പോസ്തലനെ കാണിക്കുന്ന വെളിപ്പാടുകളാണ്. ഈ ഓർഡർ ആയിരിക്കും കർത്താവ് ഈ ഭൂമിയിൽ സ്തോത്രം ചെയ്യുന്നത്. നമ്മൾ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞ് നാം കർത്താവിന്റെ സന്നിധിയിൽ ആയി കഴിയുമ്പോൾ ഇത് തന്നെ ഓർഡർ അനുസരിച്ച് 1 by 1 ആയിട്ട് കർത്താവ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിൽ വന്നപ്പോൾ തിരുവിരുത്തിൻ പ്രകാരം അവൻ ജനിച്ച് തിരുവിരുത്തിൻ പ്രകാരമാണ് ഈ ഭൂമിയിൽ ഓരോന്നും ചെയ്തത്. ജീവിച്ച് തിരുവിരുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ എല്ലാം തിരുവിരുത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഇതുപോലെ സർവശക്തനായ ദൈവം എല്ലാം അതിൻ്റെ ചന്തമായും ക്രമമായും അതിന്റെ ഓർഡർ അനുസരിച്ചാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇതെല്ലാം നേരത്തെ പ്ലാൻഡാണ്. നോക്കണം ഇവിടെ. അപ്പം ഇത് ദർശനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 16-ാം അധ്യായത്തിൽ 7-ാമത്തെ ദൂതൻ ക്രോധകലശം ഭൂമിയിൽ ഒരിക്കുന്ന 7 ദൂതന്മാരുടെ ക്രോധകലശം ഭൂമിയിൽ ഒരിക്കാൻ പോവുകയാണ്. അത് അവസാന സമയമാണ്. അതിനു മുൻപായി, അത് തുടങ്ങുന്നതിന് മുൻപായി കാണിക്കുന്ന ദർശനമാണ് നാം ഇവിടെ കണ്ടത്. ഈ 14-ന്റെ 13-ാം വാക്യം വരെ നമ്മൾ വായിച്ചതാണ്. സ്തോത്രം. 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സ്തോത്രം. റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 13, 13-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. സ്തോത്രം. ഇവിടെ ഇങ്ങനെ എഴുതാമായിരുന്നു വേണമെങ്കിൽ. സ്തോത്രം. ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു, പറഞ്ഞത്, എഴുതുക, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് എഴുതാമായിരുന്നു. പക്ഷേ അവിടെ ഒരു വാക്കൂടെ ചേർത്തു, ഇന്ന്
ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നോട് ചേർക്കാനിടയായി. സ്തോത്രം. അതെന്താ കാര്യം? സ്തോത്രം. ഇനിയും കാലം അധികമില്ലെന്ന് അതിനു മുൻപുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു. 7-ാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുമ്പോൾ കഷ്ടം കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞ 3-ാമത്തെ കഷ്ടം 7-ാമത്തെ ദൂതൻ കാഹളമൂതുമ്പോൾ ഇനിയും കാലം ഏറെയില്ല, വേഗത്തിൽ കാര്യം നടക്കുമെന്ന് നാം ചിന്തിപ്പാനിടയായി. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഇന്നു മുതൽ എഴുതുക. ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ ഈ മഹോദ്രവത്തിന്റെ നടുവിലാണ്. അതിന്റെ നടുവിൽ സ്തോത്രം യേശു ക്രിസ്തുവിന് വേണ്ടി, കുഞ്ഞാടിന് വേണ്ടി നിന്ന് രക്തസാക്ഷിയായി മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്ത് വന്നാലും ഒരു മരിക്കും. ഇനിയും അധികം കാലങ്ങൾ മുമ്പോട്ടില്ല. പക്ഷെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താ? 1, അവർ രക്തസാക്ഷികളായിട്ടാണ് മരിക്കുന്നത്. 2, വേഗത്തിൽ, ഇനി അധികം കാലമില്ലാത്തത് കൊണ്ട് അധികം ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അവർ ഉയർക്കും. സ്തോത്രം. കാരണം യേശു ക്രിസ്തു മഹത്വ പ്രത്യക്ഷതയുടെ നടുവിൽ വന്ന് കാല് ഒലിവുമലയിൽ കുത്തുമ്പോൾ അവർ ഉയർക്കാനിടയാകും. അപ്പം സ്തോത്രം. അപ്പം ഉയർത്തവർ കർത്താവിനോട് കൂടെ പ്രവേശിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ മരിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ മരിക്കും. 1000 ആണ്ടത്തേക്ക് അവരെന്ത് ചെയ്യത്തില്ല? ഉയർക്കുന്നില്ല. സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ അവർ വരുന്നില്ല. അതുകൊണ്ട് സ്തോത്രം ഇവിടെ പറയുകയാണ്. സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവർ ഇന്നു മുതൽ എഴുതുക. ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇനിയും അതിന്റെ 14 മുതലുള്ള വാക്യമാണ്. 14 മുതൽ നിങ്ങൾ വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 14, 15 ഇത് സ്തോത്രം 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. 14 മുതൽ 16 വരെയും. പിന്നെ സ്തോത്രം സത്യത്തിൽ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 14 മുതൽ 16, 14 to 16 ഒരു ഭാഗവും, പിന്നെ 17, 18 മറ്റൊരു ഭാഗവും, പിന്നെ 19, 20. അതെന്താന്ന് ചോദിച്ചാൽ സ്തോത്രം ഇത് ഭൂമിയിലെ കൊയ്ത്താണ് നടക്കുന്നത്. സ്തോത്രം. അതെന്താ ചോദിച്ചാൽ 14, 15, 16 കൊയ്ത്ത് നടക്കുന്നു. സ്തോത്രം. കൊയ്ത്ത് നടക്കുന്നു പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? കൊയ്ത്ത് ഒരു കർഷകന്റെ സന്തോഷ ദിവസമാണ്. അവൻ ഒരു വർഷം മുഴുവനും അധ്വാനിച്ചതിന്റെ ഫലം കൊയ്യുന്നതാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വിശുദ്ധന്മാരെ അവർ വിളഞ്ഞു കിടക്കുന്നു. വിശുദ്ധന്മാരെ വേർതിരിക്കുന്ന സമയമാണ്. 14, 15, 16. വീണ്ടും 17, 18 എന്ന് പറയുന്നത് അവിടെ കൊയ്ത്തല്ല, അത് മുന്തിരി അറക്കുകയാണ്. അറപ്പാണ് അവിടെ നടക്കുന്നത്. അതെന്താണ്? ദുഷ്ടന്റെ ന്യായവിധിയോടെയൊക്കെ നടക്കാൻ പോകുകയാണ്. ഇത് കഴിഞ്ഞ് വീണ്ടും 19, 20 വരുമ്പോൾ അത് ഈ അറത്തെടുത്തത് എന്ത് ചെയ്യുന്നു? ചക്കിലേക്ക് ഇടുകയാണ്. ചക്കിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? അത് ആട്ടുകയാണ്. ആട്ടുമ്പോൾ അതിനകത്തൂടെ വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ. സ്തോത്രം. ഇത് അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കിക്കേ. സ്തോത്രം. ആദ്യം നമുക്ക് കർത്താവ് പറഞ്ഞ വാക്യത്തിലേക്ക് വരാം. മാത്യു ചാപ്റ്റർ 13, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. മാത്യു ചാപ്റ്റർ 13 verse 37, 38, 39 12 വാക്യം വായിക്കാം. 13, 37 മുതൽ. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം. ഇവിടെ ഇപ്പം കൊയ്ത്താണ്. 16, 14, 15, 16 കൊയ്ത്ത് നടക്കുക. ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കൊയ്യുന്ന ദൂതന്മാരാണ്. കള കൂട്ടി തീയിലിട്ട് ചുട്ടുകളയാൻ പോവുക. 17, 16, 17, 18 കള കൂട്ടി തീയിലിട്ട് ചുട്ടാൻ പോവുകയാണ്. ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചോളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ട്. അതെ. ഇപ്പൊ മനസ്സിലായി. ഇനിയും ആ 14-ാം വാക്യത്തിലോട്ട് നോക്കിക്കേ. പിന്നെ ഞാൻ സ്തോത്രം വെളുത്തോരു മേഘവും മേഘത്തിൽ മനുഷ്യപുത്രന് സദൃശനായവരെയും കണ്ടു. ഏതായാലും നമ്മളിത് ഒന്ന് തുനിയുകയല്ലേ, പഠിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ഓടിച്ചെന്ന് പോകണ്ട, ഒന്ന് കാര്യം ഗ്രഹിച്ചു പോകാം. ഏതായാലും ഇനിയും പിന്നെ ഉടനെ ഇനിയും വെളിപ്പാട് പുസ്തകം വീണ്ടും നമ്മൾ കൊണ്ടെടുക്കാൻ പോകുന്നില്ല. സ്തോത്രം. അപ്പം ഒന്ന് ചിന്തിച്ചൊന്ന് അല്പമെങ്കിലും മനസ്സിലാക്കാമോ എന്നൊന്ന് ശ്രമിച്ചു പോകാം. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ 14-ാം വാക്യം.
പിന്നെ ഞാൻ കാണുന്ന മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവന്റെ തലയിൽ ഒരു പൊൻകിരീടമുണ്ട്, കിരീടമല്ല പൊൻകിരീടം. രണ്ട്, കയ്യിൽ മൂർച്ചയുള്ള ഒരു അരിവാളുണ്ട്. സ്തോത്രം. മൂന്ന്, അവൻ വെളുത്ത മേഘത്തിന്മേലാണ് ഇരിക്കുന്നത്. സ്തോത്രം. പിന്നെ പറഞ്ഞ, അവനെ കണ്ടാൽ മനുഷ്യപുത്രനോട് സദൃശനാണ്. അപ്പൊ ഇത് ദർശനത്തിൽ കാണുന്ന കാര്യമാണ്. അപ്പൊ മേഘത്തിലാണ്. അപ്പം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവെന്നും മഹത്വ പ്രത്യക്ഷത എന്നും ശരിയായി പറയുന്നത് കർത്താവ് ഒലിവുമലയിൽ കാലുവെക്കുന്ന സമയമാണ്. മേഘപ്രത്യക്ഷത, അതായത് മേഘത്തിൽ വരുന്നത് മണവാട്ടിയെ ചേർക്കുന്നതാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് അത് രഹസ്യമായി വന്ന് മണവാട്ടിയെ അങ്ങ് ചേർക്കുക. യഥാർത്ഥമായി രണ്ടാമത്തെ വരവെന്ന് നാം പറയുന്നതും അതിനും പറയുന്നതും ഒലിവുമലയിൽ കാലുവെക്കുന്ന കാര്യമാണ്. ഇവിടെ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ കൊയ്ത്തിന്റെ സമയം വന്നതുകൊണ്ട്, അടുത്ത വാക്യം നോക്കി, കൊയ്ത്തിന്റെ സമയം. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു, മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക. അപ്പൊ കൊയ്ത്തിന് സമയം വന്നിരിക്കുന്നു, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. സ്തോത്രം. അപ്പം ഇത് കൊയ്ത്തിന് സമയമായിരിക്കുകയാണ്. സ്തോത്രം. അതിനകത്ത് ഒരു വാക്കൂടെ വായിക്കണം. മത്തായി സുവിശേഷത്തിന്റെ 13-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം വായിച്ചാലും മതി. 27:27-30 വായിക്കുന്നതാണ്. 30-ാമത്തെ വാക്യം നോക്കിയേ. മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 30, 30-ാമത്തെ വാക്യം. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഗോതമ്പ് യജമാനന്റെ വകയാ, യജമാനന് വേണ്ടിയുള്ളതാ. അത് കളപ്പുരയിൽ കൂട്ടിവെക്കും. ഇത് ഒന്നിച്ചാ വളർന്നത് പറഞ്ഞ 27 തൊട്ടുള്ള വാക്യം നോക്കിയേ. 27 തൊട്ട് വായിക്കേ. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? നല്ല വിത്ത. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നല്ല വിത്തേ വിതച്ചുള്ളൂ. പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. അപ്പൊ ഇത് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറില്ലേ, ദൈവം ഇതൊന്നും കാണുന്നില്ലയോ, ഇവരെയൊക്കെ ഇങ്ങനെ ഭൂമിയിൽ വെച്ചിരിക്കുന്നല്ലോ, സ്തോത്രം, പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന. പക്ഷേ അതിന്റെ കാര്യം എന്താ? കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഒരു യജമാനനും ഈ നല്ല വിത്തിന്റെ ഇടയിൽ കള വളരുന്നത് ഇഷ്ടപ്പെടത്തില്ല. നല്ല വിത്തിനിടുന്ന നന്മ മുഴുവനും കള വലിച്ചെടുക്കും. പക്ഷെങ്കിൽ കള ഇവിടെ പെട്ടെന്ന് പിരികാൻ പറ്റത്തില്ല. നല്ല വിത്തിന്റെ ചുവട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്തോത്രം. അപ്പോൾ ചില കള വലിച്ചു വിരുകുമ്പോൾ നല്ല വിത്ത് പോകും. അതുകൊണ്ട് കൊയ്ത്തോളം വളരട്ടെന്ന് വിചാരിച്ചു. ഇന്ന് ഈ ഭൂമിയിൽ ഇത് രണ്ടുമുണ്ട്. ദുഷ്ടജനവുമുണ്ട്, ദൈവജനവുമുണ്ട്. ഈ ദുഷ്ടജനത്തിന്റെ നടുവിൽ ദൈവജനത്തിന് വലിയ ബുദ്ധിമുട്ടാ. ചെന്നായിക്കളുടെ നടുവിൽ ഒരു കുഞ്ഞാട് കരിയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാ. സ്തോത്രം. എന്നാൽ കൊയ്ത്തോളം വളരട്ടെ. എന്നിട്ട് എന്ത് ചെയ്യും? യജമാനൻ സ്തോത്രം കൊയ്യാനുള്ളവരെ അയച്ചിട്ട് എന്ത് ചെയ്യും? സ്തോത്രം, മുൻപേ കളയാ കൊയ്ത് മാറ്റി അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ഗോതമ്പ് കൊയ്ത് കളപ്പുറയിലേക്ക് കൂട്ടിയിടും. പിന്നെ ശരിക്കങ്ങ് തീയിടാമല്ലോ. പിന്നെ വിത്തിന് കേടുവരത്തില്ല, തന്റെ അധ്വാന ഫലം നഷ്ടം വരത്തില്ല. നമ്മൾ പഠിക്കുന്നുണ്ട്, ഇസ്രായേലിൽ ഗോതമ്പ് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് മുന്തിരി അറക്കുന്ന സമയം. ആദ്യം മുന്തിരി പറിക്കുന്ന കാലമല്ല, ഗോതമ്പ് ആദ്യം കൊയ്ത്ത് സമയമാണ്. നമുക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. നമ്മുടെ അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കൊക്കെ അറിയാം. ഓരോന്നും കൃഷി ചെയ്യേണ്ട സമയം, ഓരോന്നും കൊയ്യുന്ന സമയം, വിതയ്ക്കുന്ന സമയം എല്ലാം അവർക്കറിയാം. ഒന്നിനു പുറകെ ഒന്നായി ചെയ്യേണ്ടത്. സ്തോത്രം. അപ്പം ഇസ്രായേലിൽ ഗോതമ്പ് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് മുന്തിരിക്കൊല ഇറക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ. അതുപോലെ ഇവിടെയും വിളഞ്ഞ് കിടക്കുന്നതായ വിളവ് കൊയ്ത്താണ്. സ്തോത്രം. ദൈവമക്കളെ ദൈവം കൊയ്ത്ത് മാറ്റുകയാണ്. സ്തോത്രം. അപ്പം 14
14 മുതൽ 16 വരെ കൊയ്ത്താണ്. എന്നാൽ 17 മുതലുള്ള വാക്യം പരുത്ത മുന്തിരിങ്ങ അറുത്തെടുത്ത് എന്ത് ചെയ്യുന്നു, അത് അറുത്ത് മാറ്റുന്നതായിട്ട് വിവരിക്കുന്നതാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം എന്തിനാണ് അറുക്കുന്നത്? അടുത്ത 2 വാക്യം ചക്കിലിടാൻ വേണ്ടിയാണ്. സ്തോത്രം, ചക്കിലിടാനാണ്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം, യോവേൽ സ്തോത്രം, യോവേൽ പ്രവാചകൻ ചാപ്റ്റർ 3 വേഴ്സ് 12, 13, 14 വായിക്കും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യം. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അരിവാളിടുവിൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവിൻ. നോക്കണം ദൈവമക്കളെ, ഇതെല്ലാം ദൈവം മുന്നമേ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ് പ്രവചിച്ച് നേരത്തെ പ്ലാൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. എവിടെ എപ്പോൾ അരിവാളിടണം, എപ്പോൾ കൊയ്യണം. അടുത്ത വാക്യം നോക്കിയേ. കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവിൻ. ചക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വലുതല്ലോ. മതി, നിങ്ങൾ വായിച്ചാൽ മതി. 13-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വാക്യം, അധ്യായം മൊത്തം അതാണ്. ഇവിടെ സ്തോത്രം മുന്തിരിച്ചക്കെന്ന് പറയുന്നത് ദൈവത്തിന്റെ കോപവും ക്രോധവുമായ ചക്കാണ്, അഥവാ ന്യായവിധിയാണ്. സ്തോത്രം. ഇതിനെക്കുറിച്ച് അനേക യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവചന പുസ്തകം 63-ാം അധ്യായമാണ്. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 63-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാ, വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാ, നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നവന്റെ പോലെ ഇരിക്കുന്നത് എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചൊക്കെ ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി. മതി, അത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഇവിടെ നോക്കണം. അപ്പം ഈ 14-ാം അധ്യായം 20-ാം വാക്യം വരുന്നത്, 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചക്ക് സ്തോത്രം നഗരത്തിന് പുറത്ത് വെച്ച് മരിച്ചു. റിവലേഷനാണ്. വെളിപ്പാട് പുസ്തകം 14-ന്റെ 20 പറയുന്നത്. അപ്പം സ്തോത്രം അത് ഹർമഹദോൻ യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ അവസാനം ഇതിന്റെ 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്കിത് കാണാൻ പറ്റും. സ്തോത്രം. അവിടെ അവർ എബ്രായ ഭാഷയിൽ ഹർമഹദോൻ എന്നു പേരുള്ള സ്ഥലത്തെ കൂട്ടിച്ചേർത്തു. അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നടക്കുന്ന യുദ്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്തോത്രം 200 മൈലോളം എന്ന് പറഞ്ഞാൽ സ്തോത്രം 320 കിലോമീറ്റർ എന്ത് ചെയ്തു? ഒരു കുതിരയുടെ കടിഞ്ഞാണു വരെയുള്ള ഹൈറ്റിൽ 320 കിലോമീറ്ററോളം എന്ത് ചെയ്തു? രക്തമൊരുകി. എന്താ കാര്യം? മഹാസർപ്പമാകുന്ന സാത്താനും എതിർ ക്രിസ്തുവും സ്തോത്രം കള്ളപ്രവാചകനും കൂടെ സ്തോത്രം ജനത്തെ കൂട്ടിവരുത്തി വലിയ സൈന്യത്തെ. അതിന്റെ നിങ്ങൾ നോക്കിയ 16-ന്റെ 14-ാമത്തെ വാക്യം നോക്കിയേ. 16-ന്റെ 14-ാമത്തെ വാക്യം. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ കളനെ പോലെ വരും. അവിടെ നോക്കണം. സർവ്വലോകത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തില് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈന്യമൊന്നുമല്ല അവിടെ കൂടുന്നത്. സ്തോത്രം. അങ്ങനെ അവിടെ വലിയ ഒരു യുദ്ധം നടക്കുകയാണ്. സ്തോത്രം. അത് അനേക ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എഴുതുന്നവർക്ക് എഴുതിയെടുക്കാം. യുദ്ധം നടക്കുന്നതിനെ കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവാചന പുസ്തകം ദാനിയേൽ ചാപ്റ്റർ 11 വേഴ്സ് 40 മുതലുള്ള വാക്യവും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഐസായ ചാപ്റ്റർ 34 1-7. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 1-2 വാക്യങ്ങളെ ആരംഭം മാത്രം വായിക്കാം. ദാനിയേൽ 11 ചാപ്റ്റർ 11 വേഴ്സ് 40 40-ാമത്തെ വാക്യം. സ്തോത്രം. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവരോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവരോടും വളരെ കപ്പലുകളോടും കൂടെ
ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. മതി. ഇത് തന്നെ ഇതുപോലെ തന്നെ യെശയ്യാപ്രവചന പുസ്തകം 34 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ രക്തം കടിഞ്ഞാണോളം, കുതിരയുടെ കടിഞ്ഞാണോളം ഉയരുമെന്നാണ് വായിക്കുന്നത്. സ്തോത്രം. ഇവിടെ ആ വാക്യം ഇനി ആ 14 റെവലേഷൻ 14 ചാപ്റ്റർ 14 വേഴ്സ് 8, 19, 20 വാക്യങ്ങളൊന്ന് നോക്കിയേ, ഒന്നുകൂടെ വായിച്ചേ. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച്, ശ്രദ്ധിക്കണേ, ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരം. ഇത് ലോകത്തിൽ കൈവിടപ്പെട്ട ജനമുണ്ട് ഇതിനകത്ത്. സ്തോത്രം. ദൈവമക്കളെ, ഈ 15-ാം അധ്യായത്തോടു കൂടി സർവ്വ ഉയർപ്പും കഴിഞ്ഞു. സ്തോത്രം. ഇനി അത് മനോഹരമായിട്ട് അത് മുൻപോട്ട് വരുന്നത്. ദൈവത്തിന്റെ ആ പ്ലാൻ എത്ര ഭംഗിയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ 14-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് കണ്ടു 144,000 എണ്ണം യഹൂദ വംശത്തിൽ നിന്നും യഹൂദ ഗോത്രത്തിൽ നിന്നും ദൈവം മുദ്രയിട്ട് വേർതിരിച്ചു. പിന്നെ സ്തോത്രം, അവരെ ഉയർത്തവരായിട്ട് 14-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ആ 144,000 പേർ മലിനപ്പെടാത്തവർ, പോസ്റ്റില്ലാത്തവർ, സ്തോത്രം, പോസ്റ്റില്ലാത്തവർ, കളങ്കമില്ലാത്തവർ, അവർ എപ്പോഴും കുഞ്ഞാടിനോട് കൂടെ നടക്കും. അവർ ഒരു പാട്ടുപാടി, ആ പാട്ട് വേറെ ആർക്കും പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ ഉയർത്തു കഴിഞ്ഞു. സ്തോത്രം. ഈ 15-ാം അധ്യായത്തോടു കൂടെ ദർശനത്തിൽ കാണുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഓർക്കണം, കൈവിടപ്പെട്ടു പോയവർ, രക്തസാക്ഷിയാകാൻ കഴിയാത്തവർ, സ്തോത്രം, ബാക്കിയുള്ള സകല യഹൂദന്മാരിലാകട്ടെ, സ്തോത്രം, ബാക്കിയുള്ളവരെല്ലാം വരുന്നു. അപ്പോൾ ഈ യുദ്ധം, സ്തോത്രം, ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു യുദ്ധം 1000 ആണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ യുദ്ധത്തിൽ വലിയൊരു ഗണം വരുന്നുണ്ട്. സ്തോത്രം. നമ്മളും ഇതിനകത്ത് ഉൾപ്പെടേണ്ടിയവരാ. ചിലപ്പോൾ നാമും ഉൾപ്പെടേണ്ടിയവരാ. എന്നാൽ ഉൾപ്പെടാഞ്ഞത് എന്താ കാര്യം? അതിന്റെ ഒരു കാര്യമോട് എഴുതി വെച്ചിരിക്കുന്നത്, ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. അതെന്തിനാ ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചത്? നമ്മൾ എബ്രായ ലേഖനത്തിലെ വാക്യം ഒന്ന് വായിക്കണേ. എബ്രായ ലേഖനത്തിൽ സ്തോത്രം 13-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യം നോക്കണം. ഇതൊക്കെ വായിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി അല്ല നാം ഇത് പഠിക്കുന്നത്. നമ്മുടെ ഹൃദയം ഉടയണം. നാം ദൈവത്തിനു വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരണം. ഈ അനേക ലക്ഷങ്ങൾ അതിനകത്ത് അടിമപ്പെട്ട് അവരുടെ രക്തം കൊണ്ട് 320 കിലോമീറ്റർ സ്തോത്രം ബ്ലഡ് ഒരു കുതിരയുടെ കടിഞ്ഞാണോളം ഉയർന്ന് ഒരുങ്ങുമ്പോൾ നീ അതിനകത്തുനിന്ന് ഒലിഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. എന്താണ് നീ ഒലിഞ്ഞു പോകാൻ കാര്യം? എബ്രായ ലേഖനകർത്താവായ പൗലോസ് പറയുകയാണ് 13-ാം അധ്യായത്തിന് 11, 12, 13 വാക്യം നോക്കിയേ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. അവൻ നഗരവാതിലിന് പുറത്ത് കഷ്ടം സഹിച്ചു. എന്തുകൊണ്ട് നീ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല? നിനക്ക് വേണ്ടി സർവശക്തൻ ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന് നീ ഇതിനകത്ത് ഉൾപ്പെടാതിരിപ്പാൻ അവൻ നഗരത്തിന് പുറത്ത് കഷ്ടം സഹിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. സ്തോത്രം. അപ്പൊ നമ്മൾ അതുകൊണ്ട് നന്ദിയുള്ളവരായി കർത്താവേ, ഈ കോവിഡ് കാലത്തും എന്തെങ്കിലും സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കരുതൽ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല, സർവശക്തൻ നമുക്ക് കരുണ കാണിച്ച് അവന്റെ സമാധാനം, അവന്റെ നന്മ, അവന്റെ സാന്നിധ്യം. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ
അതിനെ മുക്കിക്കളയത്തില്ലെന്ന് പറഞ്ഞവൻ, തീയിൽ കൂടെ കടന്നാൽ നീ വെന്തുപോകത്തില്ലെന്ന് പറഞ്ഞവൻ, നിന്നോട് ദയ കാണിച്ച് നിവർത്തിക്കുന്നത് കൊണ്ട് ലക്ഷങ്ങള് ഈ യുദ്ധത്തിൽ പട്ടുപോകുമ്പോൾ നാമും ഉൾപ്പെടേണ്ടി വരാം. എന്നാൽ നമുക്ക് മുൻപായിട്ട് അവൻ പാളയത്തിന് പുറത്ത് കഷ്ടം സഹിച്ചു. നീ പാതാളത്തിൽ, അഥവാ പാതാളത്തിൽ ഇറങ്ങാതിരിപ്പാൻ നിനക്ക് വേണ്ടി അവൻ പാതാളത്തിൽ ഇറങ്ങി. നീ നിന്ന സഹിക്കാതിരിപ്പാൻ, നീ കഷ്ടം വരാതിരിപ്പാൻ, നിന്നെ ആരും പരിഹസിക്കാതിരിപ്പാൻ അവൻ കന്നത്തടിയേറ്റു, അവൻ തുപ്പലേറ്റു, അവൻ കഷ്ടം സഹിച്ചു, അവൻ വിശപ്പ് സഹിച്ചു, അവൻ ദാഹം സഹിച്ചു. സർവ്വതും അവൻ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മെ ഇനി ദുഷ്ടൻ ഒരു വിധത്തിലും തൊടാതെ നാം ഇതിനകത്ത് ഉൾപ്പെടാതിരിപ്പാൻ. സ്തോത്രം. അത് മാത്രമായില്ല, ഇത് സർവർക്കും വേണ്ടി ചെയ്തതല്ലേ, സകല മനുഷ്യർക്കും വേണ്ടി ചെയ്തതാ എന്ന് വിചാരിച്ച് സകലരും ഇതിനകത്തുനിന്ന് രക്ഷപ്പെടത്തില്ല. പിന്നെ ആര് രക്ഷപ്പെടും? 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, 1 രാജാക്കന്മാർ, 1 Kings chapter 2 verse 26. നിങ്ങൾ നോക്കിക്കേ, 1 രാജാക്കന്മാർ 2-ാം അധ്യായം 26-ാം വാക്യം നോക്കിക്കേ. നീ മരണയോഗ്യനാണ്, എങ്കിലും നീ മരണയോഗ്യനാണ്. അബ്യാഥാർ പുരോഹിതനോട് രാജാവ്, നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, നീ മരണയോഗ്യനാകും. എങ്കിലും നീ എന്റെ അപ്പനായ ദാവീദിന് മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നത് കൊണ്ട് എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല. കണ്ടോ, നാം എന്തുകൊണ്ട് രക്ഷപ്പെടുന്നു? വിദ്യാഭ്യാസത്തിന്റെ വലിപ്പം കൊണ്ടല്ല. സ്തോത്രം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പന്നി കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗമാ. വലിയ പട്ടണത്തിന്റെ മഹിമയൊന്നും പറയാനില്ല. ആ കൂരയിലും ഭവനത്തിലുമൊക്കെ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു അറിവ് ലഭിച്ചത് കൊണ്ട് ഞാൻ പാളയത്തിന് പുറത്ത് വെച്ച് തകർന്നു പോകേണ്ടി എനിക്ക് വേണ്ടി അവൻ പാളയത്തിന് പുറത്ത് വെച്ച് കഷ്ടം സഹിച്ചെന്ന് നിനക്കൊരറിവ് ലഭിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് നിനക്കൊരു ബോധം തന്നപ്പോൾ നീ എന്ത് ചെയ്തു? അവിടെ വായിക്കുന്നു, അബ്യാഥാർ പുരോഹിതനെ നീ മരണയോഗ്യനാ, പക്ഷെങ്കിൽ നീ എന്റെ അപ്പന്റെ പുറകെ നടന്ന് ദൈവത്തിന്റെ പെട്ടകം ചുമന്നത് കൊണ്ട്, ഈ ദൈവത്തിന്റെ വചനം നീ കരത്തിലെടുത്തത് കൊണ്ട്, ഈ വചനത്തിന് നീ പ്രാധാന്യം കൊടുത്തത് കൊണ്ട്, ഇത് വിശ്വസിച്ചത് കൊണ്ട്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കൽപ്പന അനുസരിപ്പാൻ നീ മനസ്സ് കാണിച്ചത് കൊണ്ട് മാത്രമല്ല, പറയാണ് എന്റെ അപ്പനോടൊപ്പം കഷ്ടതയൊക്കെ സഹിച്ച്, കഷ്ടതയും ഞെരുക്കമൊക്കെ ആണെങ്കിലും പിറുപിറുക്കാതെ, നന്ദി കെട്ട വാക്ക് പറയാതെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചത് കൊണ്ട് നാം ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. നമുക്ക് ലഭിച്ച ദൈവകൃപയെ വ്യർത്ഥമായി കാണരുത്. ഏത് സഭയിൽ ജനിച്ചെന്നോ ഏത് മതത്തിലാണെന്നോ ദൈവം നോക്കുന്നില്ല. യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനും ബലഹീനനാകുകയില്ല. സമയക്കുറവുണ്ടല്ലോ, ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ദൈവസനെ ഏൽപ്പിച്ചാട്ട്, കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ആ കാഹളം കേൾക്കുമ്പോൾ എൻ്റെ ആഗ്രഹം അത് മാത്രമാണ്. ആ കാഹളം കേൾക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ കടന്നു വരുമ്പോൾ എന്നെ നീ ഓർക്കണമേ. ആ ക്രൂസിലെ കള്ളം പറഞ്ഞതുപോലെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഞാൻ അങ്ങയോട് യാചിക്കുന്നു, എന്നെ ഓർക്കണമേ. എന്റെ തുണയാളിയെ ഓർക്കണമേ, എന്റെ തലമുറകളെ ഓർക്കണമേ, എന്റെ പിതാവിനെ മാതാവിനെ ഓർക്കണമേ, എന്റെ സഹോദരങ്ങളെ ഓർക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ മേശ അനുഭവിച്ചതും ആരാധിച്ചതുമായ ദൈവമക്കളോട്, എന്റെ ദേശത്തോട് നീ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അങ്ങനെ സാധിപ്പിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 14-ാം അധ്യായം ഇവിടെ തീരുകയാണ്. 14-ാം അധ്യായത്തിൽ നാം എന്താണ് ചിന്തിച്ചതെന്ന് ഒറ്റ വാക്കിലും ചിന്തിച്ചു നോക്കിയേ. നാം 15-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. 14-ാം അധ്യായത്തിൽ നാം എന്തെല്ലാം ചിന്തിച്ചു? 144,000 പേര് മുദ്രയിട്ടവർ. 7-ാം അധ്യായത്തിൽ മുദ്രയിട്ടവർ. അന്ന് ആ മഹാപീഡനം തുടങ്ങിയ സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന്, എതിർ ക്രിസ്തുവിനെ ആരാധിക്കാതെ, അവന്റെ പ്രതിമയെ നമസ്കരിക്കാതെ, അവന്റെ മുദ്ര ഏൽക്കാതെ നിൽക്കുമെന്ന് മുന്നമേ
ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അറിഞ്ഞ ദൈവജനത്തെ ദൈവം മുദ്രയിട്ട് വേർതിരിച്ച ഇസ്രായേൽ ഗോത്രത്തിൽ 12 ഗോത്രത്തിലുള്ള 144,000 പേരെ മുദ്രയിട്ടവരെ ഈ 14-ാം അധ്യായത്തിൽ അവർ രക്തസാക്ഷികളായി കർത്താവിനോടുകൂടെ നാം കാണുന്നു. അത് 14-ാം അധ്യായത്തിൽ അവര് മാലിന്യം ഏൽക്കാത്തവരായി അവർ വിശുദ്ധിയോടെ ജീവിച്ചതുകൊണ്ട് അവർക്ക് എപ്പോഴും കുഞ്ഞാടിനോട് കൂടെ നടക്കുകയും അവരെന്ത് ചെയ്യുന്നു, പുതിയ ഒരു പാട്ട് പാടുന്നു. അത് മറ്റാർക്കും അറിയത്തില്ല. അപ്പോൾ തന്നെ ഈ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഈ 144,000 അല്ലാത്തവർ ഉണ്ടെന്ന് ഓർക്കണം. അവരും ചിലര് ഇനി വരുന്നുണ്ട് നോക്കണം. അപ്പൊ ഒന്ന് അവരുടെ കാര്യം നാം 14-ാം അധ്യായത്തിൽ കണ്ടു. രണ്ടാമത് സ്തോത്രം ദർശനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടു, ബാബിലോൺ വീണുപോയി എന്ന് നാം കണ്ടു. സ്തോത്രം. മൂന്നാമതായി കുഞ്ഞാടിനെ കൈക്കൊള്ളാതെ എതിർ ക്രിസ്തുവിന്റെ മുദ്രയേറ്റവർ, പ്രതിമയെ നമസ്കരിച്ചവർക്കുണ്ടായ ന്യായവിധി ദർശനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടു. സ്തോത്രം. നാലാമതായിട്ട് എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാതെ സ്തോത്രം ഇപ്പോൾ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് നാം കണ്ടു. സ്തോത്രം. പിന്നെ സകല സ്തോത്രം ജാതികളുടെ മേലും ന്യായവിധി അയക്കുന്നതായ രംഗം ഇപ്പോൾ നാം ചിന്തിച്ചു. സ്തോത്രം. അപ്പം രക്ഷിക്കപ്പെട്ടവരെ എല്ലാം വേർതിരിച്ചു, ന്യായവിധി അവരെ അയക്കുന്നു. ചക്ക് അവരുടെ നടുവിൽ ചക്ക് വെച്ച് അതിൽ മുന്തിരി അർത്ഥ ഇടുന്നതായിട്ടാണ് നാം കണ്ടത്. ഇനി 15-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 15-ാം അധ്യായത്തിന്റെ സ്തോത്രം 1 മുതൽ 4 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 15 വേഴ്സ് 1 to 4. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. മതി. ഇവിടെ 1-ാമത്തെ വാക്യം നോക്കിയേ. സ്തോത്രം. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, ഇത് 4-ാം വാക്യം വരെ ദർശനമായിട്ട് കാണുന്നതാണ്. 5-ാമത്തെ വാക്യം മുതലാണ് സ്തോത്രം ദർശനമല്ലാതെ അടുത്ത ക്രോധകലശത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ വലുതും അത്ഭുതകരമായ അടയാളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠോരവും ഭയാനകമായ ബാധയാണ് ഇനി കലശം. 7 കലശം ഭൂമിയിൽ ഒരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ ഒടുക്കത്തെ 7 ബാധ. സ്തോത്രം. ആ 7 ബാധയുള്ള ദൂതന്മാരാണ് ഈ കലശം ഒരുക്കുന്നത്. സ്തോത്രം. 7 ബാധയായ കലശം ഒരുക്കുകയാണ് 7 ദൂതന്മാർ. സ്തോത്രം. ഇതോടുകൂടെ എന്ത് ചെയ്തു? കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. അങ്ങനല്ലേ ഇരിക്കുന്നത്? അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അപ്പൊ ദൈവമക്കളെയും ചേർത്തു. സ്തോത്രം. പിന്നെ ഇനിയും ദൈവമക്കളെ ഇവിടുന്ന് ചേർത്തു. ഇനിയും ആരുടെ മേൽ മുദ്രയിടാനില്ല. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, അതിനുള്ള തെളിവ് ഞാൻ തരാം. ഈ നമ്മൾ വായിച്ചു. സ്തോത്രം. യോഹന്നാൻ കാണുന്ന ആ പുസ്തകം 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്ന പുസ്തകം. അകത്തും പുറത്തും എഴുത്തുള്ള അതിനകത്ത് 7 മുദ്ര ഓരോന്നായി കുഞ്ഞാട് പൊട്ടിക്കുക. 6-ാം അധ്യായത്തിൽ 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള മുദ്ര പൊട്ടിച്ചു. എന്നിട്ട് 7-ാമത്തെ മുദ്ര ഉടനെ പൊട്ടിക്കാതെ 7-ാമത്തെ അധ്യായത്തിൽ ഒരു ഗ്യാപ്പ് വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നോക്കണം. 7 മുദ്ര, 7 കാഹളം, ഇനിയും 7 കലശം, 7 ക്രോധകലശമാണ് വരുന്നത്. അപ്പം ഈ 15-ന്റെ 4-ാമത്തെ വാക്യത്തോട് ഫലശേഖരം കഴിയുകയാണ്. ദൈവത്തിന്റെ ഫലശേഖരം തന്റെ വിശുദ്ധന്മാരാണ്. സ്തോത്രം. അപ്പം നാം മുമ്പേ വായിച്ചു, എടുക്കണ്ട, മത്തായിയുടെ സുവിശേഷം 13 ചാപ്റ്റർ 13 വേഴ്സ് 30 13-ന്റെ 30 സ്തോത്രം എന്ത് ചെയ്തു? കോതമ്പ് കളയും തമ്മിൽ എന്ത് ചെയ്തു? വേർതിരിച്ചു.
എന്ന് പറഞ്ഞാൽ പതിരും മണിയും തമ്മിൽ വേർതിരിച്ചു. മങ്ക് സ്തോത്രം നെല്ലും തമ്മിൽ വേർതിരിച്ചു. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് അവന്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, അവൻ പതിര് അതായത് മങ്കായിട്ടുള്ളത് തീയിലിട്ട് ചുട്ടുകളയും എന്ന് യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഗോതമ്പ് അല്ലെങ്കിൽ നല്ല സ്തോത്രം നല്ലത് എന്ത് ചെയ്തു? കളപ്പുരയിലേക്ക് കൂട്ടിവെക്കും. സ്തോത്രം ഇത് കല്ലറയിലേക്ക് മാറ്റും. മങ്ക് ചെയ്യും, പതിരെല്ലാം ഇട്ടം ചെയ്യും, തീ വയ്ക്കും. ഇനി നിങ്ങൾ നോക്കിയേ, ഞാൻ പറഞ്ഞു നോക്കിയേ, 7-ാം മുദ്ര പൊട്ടിക്കുന്നതിന് മുൻപേ 6-ാം മുദ്ര പൊട്ടിച്ചതിന് ശേഷം ഒരു ഇടവേള വന്നു. സ്തോത്രം 7-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കിയേ. 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? ഇടവേള വന്നു. സ്തോത്രം അവിടെ ഇടവേള വന്നിട്ട് പറഞ്ഞു, എന്റെ ദാസന്മാരുടെ മേൽ മുദ്ര ഇടുന്നിടവരെയും കേടുവരുത്തല്ലെന്ന് പറഞ്ഞു. വീണ്ടും 8-ാം അധ്യായത്തിൽ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചു. സ്തോത്രം 9-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ ദൂതൻ കാഹളമൂതി. 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ 6-ാമത്തെ ദൂതൻ കാഹളമൂതി. 7-ാമത്തെ ദൂതൻ കാഹളമൂതാതെ നിർത്തിയിട്ട് 6-ാമത്തെ ദൂതൻ കാഹളമൂതിയിട്ട് എന്ത് ചെയ്തു? അവിടെ 10-ഉം 11-ഉം അധ്യായം ഇടവേളയായിട്ട് മാറ്റി. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം 2 സാക്ഷികളെ അയച്ചു. ഭൂമിയിൽ എന്ത് ചെയ്യാൻ? പ്രവചിക്കാൻ, മാനസാന്തരം ഉണ്ടാകാൻ. അവരോട് പ്രവചിക്കാൻ 2 സാക്ഷികളെ ദൈവം ഒരുക്കി. അതിന്റെ 11-ന്റെ സ്തോത്രം 11-ന്റെ 3-ാമത്തെ വാക്യം നോക്കിയേ. 11-ന്റെ 3-ാമത്തെ വാക്യം, ചാപ്റ്റർ 11 വേഴ്സ് 3. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും, അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം കണ്ടോ? ആദ്യത്തെ സമയം 7-ാം അധ്യായത്തിൽ കർത്താവിനുള്ളവരെ മുദ്രയിട്ട് വേർതിരിച്ചു, മുദ്രയിട്ട് ഭൂമിയിൽ തന്നെ നിർത്തിയിരിക്കുക. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികളെ, ഈ ഭൂമി ജീവിച്ചു പോയ 2 സാക്ഷികളെ അയച്ച് രട്ടുടുത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? 1260 ദിവസം, 3.5 വർഷം, 42 മാസം. ആരെങ്കിലും മാനസാന്തരപ്പെടുവാണെങ്കിൽ മാനസാന്തരപ്പെടട്ടെ, അതിനുവേണ്ടി ദൈവം വചനമയച്ചു. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്തു? 11-ാം അധ്യായത്തിന്റെ 15-ൽ 7-ാമത്തെ കാഹളം ഊതി. സ്തോത്രം. ഇനിയും 7 കലശമാണ്. 7 കലശം നിങ്ങൾ 16-ാം അധ്യായത്തിലാണ് തുടങ്ങുന്നത്. 16-ാം അധ്യായം 2-ാം വാക്യം നോക്കിയേ. 1-ാമത്തവൻ തന്റെ കലശം ഭൂമിയിൽ ഒലിച്ചു. ഇത് ആദ്യം വന്ന ന്യായവിധി പോലെ തന്നെയാണ്. കാഹളമൂതിയപ്പോൾ 1-ാമതായി 3-1 പോയി. എവിടെ 3-1 പോയി? ഭൂമി 3-1 പോയി, സമുദ്രത്തിൽ 3-1 പോയി, ആകാശത്തെ 3-1 പോയി, സൂര്യനിലും ചന്ദ്രനിലും 3-1 പോയി, നീരുറവയിൽ 3-1 പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യരിൽ 3-1 പോയി. ഇവിടെ ഇത് തന്നെ ഓർഡർ ഇതുപോലെ തന്നെയാണ്. 2-ാം വാക്യം ഭൂമിയിൽ എന്ത് ചെയ്തു? ഭൂമിയിൽ ഒലിച്ചു, കലശം ഭൂമിയിൽ ഒലിച്ചു. 3-ാം വാക്യം 2-ാമത്തിന് എന്ത് ചെയ്തു? സമുദ്രത്തിൽ ഒലിച്ചു. 4-ാം വാക്യം പിന്നെന്ത് ചെയ്തു? നദിയിൽ ഒലിച്ചു. സ്തോത്രം. ഇങ്ങനെ ഓരോന്ന് ഒലിച്ചു കഴിഞ്ഞ് നിങ്ങൾ നോക്കിയേ. സ്തോത്രം. അതിന്റെ 12-ാമത്തെ വാക്യം നോക്കിയേ. 6-ാമത്തവൻ തന്റെ കലശം യൂപ്പട്ടീസ് എന്ന മഹാനദിയിൽ ഒലിച്ചു. അപ്പം നേരത്തെയുള്ള മുദ്ര പൊട്ടിച്ചപ്പോഴും കാഹളമൂതിയപ്പോഴും 6-ാമത്തേത് കഴിഞ്ഞപ്പോൾ ഇടവേള കൊടുത്തെങ്കിൽ ഇവിടെയും സ്തോത്രം കലശം ഒരിക്കുമ്പോഴും 6-ാമത്തേത് കഴിഞ്ഞ് എന്തു വേണം? ഇടവേള വേണമായിരുന്നു. പക്ഷെ ഇടവേള കൊടുത്തില്ല. നോക്കിയേ, അടുത്ത നോക്കിയേ. 17-ാം വാക്യത്തിൽ 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒലിച്ചു. ഇതിനിടയ്ക്കൊരു ഇടവേളയില്ല. അതെന്താ കാര്യം? ദൈവമക്കളെ, ഇനിയും പ്രസംഗമൊന്നുമില്ല. ഇനി മാനസാന്തരപ്പെടാനുള്ള സമയം തീർന്നു. ഇവിടെ വേർതിരിച്ചു കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു. ഇനി കള മാത്രമേ ഉള്ളൂ. ഇനിയും ഇവിടെ പതിര് മാത്രമേ ഉള്ളൂ. ഇനി ഒന്നിച്ചൊരു തീഴിയില്ല.
ആ തീയിടിയിൽ കലശലങ്ങോട്ട് കലശമരിക്കാൻ പോകുകയാണ്. ആർക്കും നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വത്രം ദൈവം തനിക്കുള്ളവരെ വേർതിരിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ പ്ലാനും പദ്ധതി നിങ്ങൾ നോക്ക്, എത്ര മനോഹരമായിരിക്കുന്നത്. സ്വത്രം ഞാനത് ഓർപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ, അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്നാലേ പറ്റത്തുള്ളൂ. സ്വത്രം അപ്പം ഞാനത് അങ്ങനെ ഓർപ്പിക്കാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. തന്റെ ദാസന്മാരെ എന്ത് ചെയ്തു? മുദ്രയിട്ട് വേർതിരിച്ചു ആദ്യം, പിന്നെ പ്രവാചകന്മാരെ അയച്ചു. ഇനി ഇതൊന്നുമില്ല, സർവവും മുന്നമേ അറിയുന്ന ദൈവത്തിനറിയാം. ഇനിയും ആരും എന്ത് ചെയ്യത്തില്ല, മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. ഇനിയും തനിക്കുള്ളവരാരുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇനിയും കണ്ടിന്യൂ ചെയ്യുകയാണ്. ക്രോധകലശം കണ്ടിന്യൂ ഭൂമിയിലേക്ക് ഒരുക്കുകയാണ്. അതികഠിനമായ അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇനി നോക്കണം. സ്തോത്രം 11:14 സ്തോത്രം മൂന്നാമത്തെ കഷ്ടം. ആ മൂന്നാമത്തെ കഷ്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കഷ്ടം 11:14 വാക്യം വായിച്ചട്ടെ. രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. അപ്പം ഇത് ഏറ്റവും മഹാപീഡനത്തിന്റെ സമയമാണ്. സ്തോത്രം. ഇതേ ഞാൻ പറഞ്ഞല്ലോ, ഇതുകൂടെ ദർശനമാണ്. അപ്പം ഏഴ് ക്രോധകലശം ഒരിക്കുന്നതോടുകൂടി ദൈവക്രോധം തീർന്നു. അതാണ് നമ്മൾ ഒന്നാമത്തെ വാക്യം വായിച്ച 15:1. സ്തോത്രം. അതിന്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിച്ച, ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടി ദൈവക്രോധം തീർന്നു. ഇനി രണ്ടാമത്തെ വാക്യം നോക്കിയേ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. കേട്ടോ. അപ്പം ഇവരെ എല്ലാം ഓരോരുത്തരെ കണ്ടതായിട്ട് ദർശനം കാണുകയാണ്, ദൈവസന്നിധി കണ്ടതായിട്ട്. അതിന്റെ 15:2 സ്തോത്രം, തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും. സ്തോത്രം. ഇത് നേരത്തെ യോനാപ്പസ്തലൻ കണ്ടിട്ടുണ്ട്. 4:6 വാക്യത്തിൽ. 4:6 വാക്യം നോക്കിയേ. സ്തോത്രം. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. മതി. അപ്പം അവിടെ പളുങ്ക് കടൽ, അതുപോലെ തന്നെ വീണ്ടും അത് കാണുകയാണ്. ദൈവസന്നിധിയാണെന്ന് മനസ്സിലാക്കാനാണ്. രണ്ടാമതിന്റെ 7:9 വാക്യം നോക്കിയ. 7:9 വാക്യം. ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി. മതി. അവിടെ 7-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യത്തിൽ 144,000 പേര് പ്രത്യേകാൽ മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ടവരാണ്. അപ്പോൾ തന്നെ അവരുടെ നടുവിലും ലോകത്തിലും അവർ പ്രത്യേകാൽ മലിനപ്പെടാത്തവരായിട്ടുള്ളവരാ 144,000 പേർ. അല്ലാത്ത എടുക്കപ്പെടേണ്ടവരുണ്ട്. ഈ 144,000 പേർ എപ്പോഴും കുഞ്ഞാടിന്റെ കൂടെ നടക്കേണ്ടവരാ. അവർ മലിനപ്പെടാത്തവരാണ്. എന്നാൽ അല്ലാത്തവർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ നമ്മൾ 10th പഠിക്കുമ്പോൾ പാസ് മാർക്ക് മേടിച്ച് ജയിക്കുന്നില്ലേ, തള്ളി ഇങ്ങനെ ജസ്റ്റ് രക്ഷപ്പെടുന്നവർ, അവരും നിത്യതയിൽ ചെല്ലണ്ടേ. സ്തോത്രം. അപ്പൊ അവരുടെ ഒരു ഗണമുണ്ട്, അവരോട് ഇതിനകത്ത് ഉൾപ്പെടണമല്ലോ. സ്തോത്രം. നോക്കണം. അപ്പോൾ അല്ലാത്തവരുണ്ട്, അവരുടെ കാര്യമാണ് പറയുന്നത്. അവര് ഈ 3-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 15-ാമത്തെ വാക്യം നോക്കിയേ. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും കണ്ടോ. അപ്പൊ 2 കൂട്ടരുമുണ്ട്. മോശയുടെ പാട്ട് ആരാ പാടുന്നത്? യഹൂദ ജനമാണ് പാടുന്നത്. ന്യായപ്രമാണം കിട്ടിയവരാണ് പാടുന്നത്. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? കുഞ്ഞാടിന്റെ പാട്ട് പാടുന്നു. അതാരാ? ലോകജാതികളാണ്, ജാതികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഈ 2 കൂട്ടരും അവിടെ നിന്ന് പാടുന്നു. അപ്പൊ അവര് വന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പളുങ്ക് കടൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം, സ്വർഗീയ ചെങ്കടലിൽ കൂടെ രക്തസാക്ഷികളായി തീർന്ന പളുങ്ക് എന്ന് പറഞ്ഞാൽ പളുങ്ക് കടൽ കാണുന്നവർ, സ്വർഗീയ ചെങ്കടലാകുന്ന പഴയ നിയമ വിശുദ്ധന്മാരെങ്ങനെ രക്ഷപ്പെട്ടെ? അവർ ചെങ്കടൽ കടന്ന് ഇക്കര കടന്നാണ് അവർ മോശയോട് ചേർന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അവർ മേഘത്തിൽ കൂടെ സമുദ്രത്തിൽ കൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പറഞ്ഞതുപോലെ സ്വർഗീയ ചെങ്കടലാകുന്ന
രക്തസാക്ഷിത്വത്തിലൂടെ അവർ ചേർന്നവരാ. അവരിപ്പോൾ ഇവരോട് കൂടെ ചേർന്നു. അവർ മോശയുടെ പാട്ട് പാടി, സ്തോത്രം. പിന്നെ കുഞ്ഞാടിന്റെ പാട്ട് പാടി, സ്തോത്രം. അപ്പം ആ രണ്ട് കൂട്ടരവിടെയായി. ഈ മോശയുടെ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എടുക്കണ്ട, നിങ്ങൾ നോട്ടിൽ കുറിക്കുന്നവരെ കുറിച്ചാൽ മതി. എക്സോഡസ് ചാപ്റ്റർ 15:1-5 നിങ്ങൾ വായിച്ചാൽ മതി. 15-ാം അധ്യായം. അവർ ചെങ്കടൽ കടന്നു കയറിയപ്പോൾ മോശയുടെ ഒരു പാട്ട് പാടി, അതാണ്. 2 ആവർത്തന പുസ്തകം 32, ഡ്യൂട്ടർനോമി ചാപ്റ്റർ 32 വേർഡ്സ്, ആ ചാപ്റ്റർ മൊത്തം. അപ്പം ഈ പാട്ട് അവർ പാടി എന്നാണ് പറയുന്നത്, സ്തോത്രം. എന്നിട്ട് എന്റെ 4-ാം വാക്യത്തിൽ നോക്കി, സ്തോത്രം. 15-ന്റെ 4-ാം വാക്യത്തിൽ സകല ജാതികളുടെയും, 4-ാം വാക്യം വായിച്ച്. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധി നമസ്കരിക്കും. സകല ജാതികളും വന്ന് തിരുസന്നിധി നമസ്കരിക്കും. ഇപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവമാണ്. ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു അറിവ് മാത്രമല്ല, നാം ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുന്നവരായിരിക്കണം. ദൈവത്തെക്കുറിച്ച് അറിയുകയും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരുമായി തീരണം, സ്തോത്രം. സകല ജാതികളും. 1 തീമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കിയേ. 1 തീമോത്തിയോസ്, 1 തിമോത്തി ചാപ്റ്റർ 2 വേർഡ്സ് 4. സകല മനുഷ്യരും ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ 4-ാമത്തെ വാക്യം 1 തീമോത്തിയോസ്, 1 തീമോത്തിയോസ് ചാപ്റ്റർ 2 വേർഡ്സ് 1 വായിച്ചേ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനവും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അടുത്ത വാക്യമുണ്ട്. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും, കണ്ടോ, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ സകല മനുഷ്യൻ രക്ഷിക്കപ്പെടണം. 4-ാം വാക്യം. അതിന്റെ 1-ാം വാക്യം, നാം സകല മനുഷ്യർക്കും വേണ്ടി മധ്യസ്ഥ അണയ്ക്കണം. ഏതു ജാതിയെന്നില്ല, മതമെന്നില്ല, സകല മനുഷ്യരും അവർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി നാം പക്ഷപാതം കഴിക്കണം, സ്തോത്രം. രണ്ടാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താണ്? എപ്പോഴും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പി. ലൂക്ക് ചാപ്റ്റർ 18 വേർഡ്സ് 1 എടുക്കണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് മതി. അപ്പൊ നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, പ്രത്യേകാൽ രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, സ്തോത്രം. ഇത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ സകല മനുഷ്യർക്കും വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി, കർത്താവേ, ഭരണകർത്താക്കൾക്ക് വേണ്ടി ആരും നഷ്ടപ്പെട്ടു പോകല്ലെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നല്ലോ. അതുപോലെ മടുത്തു പോകാതെ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിപ്പാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുകയാണ്, സ്തോത്രം. സകല മനുഷ്യർക്കും വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. തന്നെയുമല്ല, സ്തോത്രം, ഇവിടെ 4-ാമത്തെ വാക്യത്തോടുകൂടെ സകല വിശുദ്ധന്മാരും, അതായത് 144,000 പേര്, പിന്നെ എണ്ണിക്കൂടാതെ വണ്ണം വലിയ ജാതി, ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് തന്നെ ഉള്ളവർ, മുദ്രയേൽക്കാത്തവർ, സ്തോത്രം, പ്രതിമയെ നമസ്കരിക്കാത്തവർ, 666-ന്റെ മുദ്രയേൽക്കാത്തവർ, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ നിർത്തുന്നത്, ഇതൊന്നും ഏൽക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന സകലരും രക്തസാക്ഷികളായി ഇവിടെ എന്ത് ചെയ്തു? ഈ 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തോടുകൂടെ ഉയർത്തപ്പെട്ടത് ദർശനത്തിൽ കാണുകയാണ്. അവരൊന്നിച്ച് പാടിയ പാട്ടാണ് നാം ഇപ്പോൾ കണ്ടത്, സ്തോത്രം. അപ്പം പൂർണ്ണ ഹൃദയത്തോട് കർത്താവിനെ കൈക്കൊണ്ടവരാണ് ആദ്യം എടുക്കപ്പെട്ടത്. അല്ലാത്തവർക്കും ദൈവം എന്ത് ചെയ്തു? ഒരവസരം കൊടുത്തു എന്ന് വിചാരിച്ച് ആ സമയത്ത് അത് മഹാകഷ്ടത്തിൽ കൂടെ കടന്നു വന്നവർ എന്നായിരിക്കുന്നത്. അങ്ങനല്ലേ 7-ാമത്തെ അധ്യായത്തിൽ ആരെങ്കിലും ഈ കർത്താവ് നമ്മുടെ ഈ കാലയളവിൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ കൈവിടപ്പെട്ടു പോയാൽ കർത്താവ്
നമ്മളോട് മുന്നറിയിപ്പ് തരുന്ന കാര്യമാണ്. നിനക്കൊരവസരം കൂടുണ്ട്. എങ്ങനെ? ക്രൂശിലെ കള്ളൻ അന്നുവരെയും കള്ളനായി കൊലപാതകനായി കഴിഞ്ഞ് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് ഒരവസരം കിട്ടി. ഒരവസരം. അത് സ്പ്ലിറ്റ് മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. ആ അവസരം അവൻ വിനിയോഗിച്ചു. അവൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, നീയോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ്, സ്തോത്രം, ഇതിന്റെ നടുവിൽ രക്തസാക്ഷിയായി എതിർ ക്രിസ്തുവിനെ ആരാധിക്കാതെ, അവന്റെ പ്രതിമയെ ആരാധിക്കാതെ, അവന്റെ മുദ്രയേൽക്കാതെ, സ്തോത്രം, നീ രക്തസാക്ഷിയായി തീർന്നാൽ, 666 മുദ്രയേൽക്കാതെ രക്തസാക്ഷിയായി നിന്നാൽ നിനക്ക് ഈ മഹാപീഡനത്തിന്റെ നടുവിലും ഒരു വിടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മുന്നമേ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുക. അതിന്റെ അർത്ഥം എന്താ? ആയുസ് മുഴുവനും ലഭിച്ചിട്ടും കർത്താവിനെ കൈക്കൊള്ളാൻ മനസ്സില്ലാതിരുന്നിട്ടും അവസാന നിമിഷത്തിലും മഹാകരുണയുള്ള ദൈവം നമുക്കൊരവസരം തരികയാണ്. അത് മനുഷ്യരോട് ദൈവം മുന്നമേ അറിയിക്കുകയാണ്. അഥവാ ഏതെങ്കിലും വിധത്തിൽ പിശാച് നിന്നെ ചതിച്ച് നീ കൈവിടപ്പെട്ടു പോയെങ്കിൽ ആ ക്രൂശിലെ കള്ളന് ലഭിച്ച അവസരം പോലെ നീ അത് വിനിയോഗിക്കണമെന്ന് ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം. അപ്പം എത്ര കരുണയുള്ള കർത്താവാണ് നമുക്കുള്ളതെന്ന് നാം ഓർക്കണം. സ്തോത്രം. അപ്പം ഇവിടെ ജയിച്ചവർ ഒന്നിച്ച് പാട്ടുപാടുകയാണ്. ആ പാട്ട് നോക്കിയേ. സ്തോത്രം. വിജയികളായ രക്തസാക്ഷികളുടെ സ്തോത്രം പാട്ടൊന്ന് ശ്രദ്ധിച്ചേ. രക്തസാക്ഷികളുടെ പാട്ടൊന്ന് ചോദിച്ചേ. 3-ാമത്തെ പാട്ട് നോക്കിയേ. അവിടെ നിങ്ങൾ ആ പാട്ടൊന്ന് ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും അവരവരുടെ പ്രശംസയോ, സ്തോത്രം, തങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ചോ ഒരു വാക്കും അവർ പറയുന്നില്ല. ആദ്യോടന്തം ദൈവകൃപയെ കുറിച്ചാണ് അവർ പാടുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യം നോക്കിയേ. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത് സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. മതി. അപ്പോൾ ഇവിടെ ഇതോടുകൂടി അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഒത്തിരി പാട്ടുകൾ പാടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണ്? പാട്ട് എപ്പോഴും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ്. പാടിയതുപോലെ ശ്രീയേശു നാമം അതിശയ നാമം, അതിനകത്ത് മറ്റു പുകഴ്ചയോ മറ്റൊന്നുമില്ല. സർവ്വമഹത്വവും കർത്താവിനാണ്. അതുകൊണ്ടാണ് നാം പാട്ട് പാടുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം നമുക്ക് അധികമായി അനുഭവിക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ ഈ 4-ാം വാക്യത്തോടുകൂടെ സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, സർവരെയും വേർതിരിച്ചു. ഇനിയും 5-ാമത്തെ വാക്യം തൊട്ടാണ് താഴെയോട്ട് അടുത്ത രംഗത്തിലേക്ക് വരികയാണ്. 5-ാമത്തെ വാക്യം നോക്കിയേ. 5, 6, 7, 8 വാക്യം നോക്കിയേ. ഇതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. ഇവിടെ 5-ാമത്തെ വാക്യം നോക്കണം. ഇതിനുശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അവിടെ തുറന്നത് കണ്ട് അടുത്തത് വായിക്കുന്നത്, ശണവസ്ത്രം ധരിച്ച് 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച്, എന്ന് പറഞ്ഞാൽ നിർമ്മലമായ വസ്ത്രം ധരിച്ച്, മാറത്ത് സ്തോത്രം പൊൻകച്ച കെട്ടിയും, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെയാണ് ഇവർ വരുന്നത്. അപ്പം ദൈവസന്നിധിയിൽ ഒരു സാക്ഷി കൂടാരമുണ്ട്. നമുക്കത് സ്തോത്രം പുറപ്പാട് പുസ്തകത്തിലൊക്കെ പലയിടത്ത് കാണാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. അത് അന്ന് മോശയ്ക്ക് ദൈവം അത് അങ്ങനെ കാണിച്ചെങ്കിൽ, ഇപ്പോൾ അത് ദർശനം പോലെ കാണിച്ചെങ്കിൽ, ഇപ്പോൾ സ്വർഗത്തിൽ നിൽക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ
താൻ നേരിട്ട് കാണുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. നോക്കണം, ഇനി അതിന്റെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം നോക്കി. എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 40. പെട്ടെന്ന് ഞാൻ നിർത്താൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 25-ന്റെ 40-ാമത്തെ വാക്യം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അപ്പം ദൈവം മോശയ്ക്ക് ഒരു മാതൃക കാണിച്ചു. ഹിബ്രു ചാപ്റ്റർ 8:5 കൂടെ അത് പൗലോസ് എടുത്തെഴുതിയിട്ടുണ്ട്. ഹിബ്രു ചാപ്റ്റർ 8 വേഴ്സ് 5. അപ്പം ഈ സ്വർഗത്തിലുള്ള ദൈവാലയത്തിന്റെ മാതൃക അന്ന് മോശ കാണിച്ചു. അതിന്റെ മോഡലാണ് സമാഗമന കൂടാരം. സ്തോത്രം. അതാണ് സ്തോത്രം ബെസലേൽ പണിയുന്നതായ സമാഗമന കൂടാരം. അത് അന്ന് ദർശനത്തിൽ കാണിച്ചെങ്കിൽ ഇപ്പോൾ ഈ യോഹന്നാൻ അപ്പോസ്തലൻ സ്തോത്രം നേരിട്ട് കാണുന്നതായിട്ട് ദർശനത്തിൽ കൂടെ കാണുകയാണ്. സ്തോത്രം. ഇനി 8-ന്റെ 5-ാമത്തെ വാക്യം നോക്കിയേ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃകപ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. മതി. രണ്ടാമത് സമാഗമന കൂടാരം മോശ സ്തോത്രം മോശയും ദൈവാലയം ശലോമോനും പൂർത്തിയാക്കി. സമാഗമന കൂടാരം മോശയും ദൈവാലയം ശലോമോനുമാണ് പൂർത്തിയാക്കിയപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇവിടെ രണ്ടിടത്തും അവന്റെ ശക്കീന സ്തോത്രം ശക്കീനയുടെ മേഘം സ്തോത്രം ആലയത്തിൽ നിറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 40 40-ന്റെ 34 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. എക്സോഡസ് ചാപ്റ്റർ 40:40. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. അപ്പം ഇത് തന്നെയല്ലേ നോക്കിയേ ഈ 15-ന്റെ 8-ാമത്തെ വാക്യം നോക്കിയേ. സ്തോത്രം. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായി ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. ഏത് ദൂതന്മാരുടെ ബാധ ഏതും കരിവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പം ദൈവത്തിന്റെ തേജസ്സും ശക്തിയുമാണ് സ്തോത്രം ദേവാലയം മേഘം കൊണ്ട് അല്ലെങ്കിൽ പുക കൊണ്ട് നിറയുന്നത്. ആ ശക്തി തന്നെയാണ് പെന്തക്കോസ് നാളിൽ ആ മുറിക്കകത്ത് വന്നു നിറഞ്ഞു അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന് നാം വായിക്കുന്നു. അതെന്താണപ്പം? ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ ശക്തിയുമാണ്. പരിശുദ്ധാത്മാവ് പെന്തക്കോസ് നാളിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ ശക്തിയുമാണ്. അപ്പം നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ ശക്തിയുമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിച്ചിട്ട്. അപ്പോൾ നിനക്കൊരു തേജസ് ഉണ്ട്, ഒരു ശക്തിയുണ്ട്. ഫസ്റ്റ് കിങ് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യോടെ വായിച്ചാട്ടെ. 10-11 വാക്യം. സ്തോത്രം. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 8 വേഴ്സ് 10 and 11. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർ. ഇതിന്ന് മാത്രമല്ല, അത് തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞത് കൊണ്ട് മറ്റാർക്കും അതിനകത്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. സ്തോത്രം. ഇവിടെ അങ്ങനെ ഈ ബാധ മുഴുവനും കരിയുന്നിടം വരെ ദൈവ തേജസ് കൊണ്ട് ആലയം നിറഞ്ഞു. മറ്റാർക്കും അതിൽ പ്രവേശിപ്പാൻ കഴിയാതെ വണ്ണം ആ ബാധ കരിയുന്നിടം വരെയും സ്തോത്രം ദൈവത്തിന്റെ ആലയം ആ തേജസ് കൊണ്ട് ദൈവശക്തി കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് അവിടെ തീർക്കുകയാണ്. 16-ാം അധ്യായം ഇനിയും സ്തോത്രം ക്രോധകലശം ഒരുക്കുന്നതാണ്. നമ്മളിവിടെ ഈ 12, 13, 14, 15 അധ്യായം നാം ചിന്തിച്ചു. എന്തെല്ലാം ചിന്തിച്ചെന്ന് ഓടിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിൽ നിന്ന് കാണുന്ന ദർശനമാണ്. 1, ഇസ്രായേൽ എന്ന സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ ഇസ്രായേൽ ജനത്തെ കാണിക്കുന്നു. 2, സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി, ഇരുമ്പ് കോൽ കൊണ്ട് തകർക്കുന്ന ആൺകുട്ടിയാകുന്ന കർത്താവായ യേശുക്രിസ്തു. 3, മഹാസർപ്പം എന്ന സാത്താൻ. ഇതെല്ലാം നമ്മൾ ഇവിടെ കണ്ടതാണ്. പിന്നെ 4,
മൃഗമെന്ന എതിർ ക്രിസ്തു. സ്തോത്രം. 5 മറ്റൊരു മൃഗമെന്ന കള്ളപ്രവാചകൻ. 6 എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏറ്റാലുണ്ടാകുന്ന സംഭവം. 7 യേശുക്രിസ്തുവിന് വേണ്ടി സഹിഷ്ണുതയോട് നിന്നാലുള്ള പ്രത്യേകത. 8 ദൈവത്തിന്റെ അവസാനത്തെ ഫലശേഖരം. സ്തോത്രം. ഫലശേഖരത്തിന് ശേഷമുള്ള ന്യായവിധി. സ്തോത്രം. അല്ലെങ്കിൽ ചക്കിലിട്ട് സ്തോത്രം മുന്തിരിവള്ളി ആട്ടുന്ന അനുഭവം. 10 മഹോപദ്രവത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരുണ, വീണ്ടെടുക്കപ്പെട്ടവരുടെ പാട്ട്. ദൈവത്തിന്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ പാട്ട്. മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും. 11 സ്വർഗത്തിലെ ദേവാലയം തുറന്ന് തേജസ്സും ശക്തി കൊണ്ടും നിറഞ്ഞു. സ്തോത്രം. അന്ത്യ ന്യായവിധി വരെ ആർക്കും അതിൽ കടപ്പാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഇതുവരെയാണ് നാം ചിന്തിച്ചത്. ഒരു വിഷയം നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. സ്തോത്രം. ഇനിയും വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. കാര്യമെന്താ? സ്തോത്രം. ദൈവജനത്തെയെല്ലാം ദൈവം വേർതിരിച്ചു കഴിഞ്ഞു. തനിക്കുള്ളവരെ താൻ വേർതിരിച്ചു കഴിഞ്ഞു. ഇനിയും വലിയ മഹാപീഡനത്തിലേക്ക്, മഹാകഷ്ടത്തിലേക്ക് വരാൻ പോകുകയാണ്. സ്തോത്രം. ഓരോന്നും ഭൂമിയിൽ ക്രോധകലശമൊലിക്കുമ്പോൾ, സമുദ്രത്തിലൊലിക്കുമ്പോൾ, സ്തോത്രം നീരുറമേലൊലിക്കുമ്പോൾ, ആകാശത്തിൽ ചന്ദ്രനിലും സൂര്യനിലും ചന്ദ്രനിലും ഒലിക്കുമ്പോൾ, ആകാശത്തൊലിക്കുമ്പോൾ, ഇങ്ങനെ മുഴുവനുമായി ഓരോന്നിനും ദൈവത്തിന്റെ ക്രോധകലശം. എന്നാ ദൈവത്തിന്റെ ക്രോധകലശം. ആ സമയത്ത് തന്നെ എതിർ ക്രിസ്തുവിന്റെ മുഴുബലത്തോട് ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞാനാകട്ടെ എന്റെ ആയുഷിൽ തന്നെ അവിടുന്ന് വരണമേ. അല്ല, നിന്റെ വരവ് താമസമെങ്കിൽ എന്റെ തലമുറകൾ, ഞങ്ങളിൽ ആരും തലമുറകൾ ആരും കൈവിടപ്പെട്ടു പോകാതെ വണ്ണം നീ സൂക്ഷിക്കണമേ എന്ന് ഒരു വാക്കാത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നാം ഇതിനകത്തൊക്കെ ഉൾപ്പെട്ടു പോകേണ്ടി വരാ. എന്നാൽ പാളയത്തിന് പുറത്ത് കർത്താവ് കഷ്ടം സഹിച്ചതുകൊണ്ട് സ്തോത്രം, നാം സ്തോത്രം ഇതിൽ നിന്നൊക്കെ നീങ്ങിപ്പോകുന്നു. നാമും അവരിൽ ഒരുവനായി തീരേണ്ടതാ. അല്ലയോ അബ്യാഥാർ പുരോഹിതനെ, നീ മരണയോഗ്യനാ. പക്ഷെങ്കിൽ നീ എന്റെ അപ്പനോടൊപ്പം എന്റെ ദൈവത്തിന്റെ പെട്ടകം ചുമന്നതുകൊണ്ടും എന്റെ അപ്പനോടൊപ്പം കഷ്ടം സഹിച്ച് ഈ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിച്ചു നിൽക്കാം. സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം, സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമൊക്കെ വായിക്കാനും അല്പമായിട്ടൊക്കെ ഗ്രഹിക്കാനും ഒക്കെ ഞങ്ങൾക്ക് നീ തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇതിനൊക്കെ ഞങ്ങൾ യോഗ്യരല്ല, എങ്കിലും ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. കർത്താവെ, ഞങ്ങളിൽ ആരും കൈവിടപ്പെട്ടു പോകാതെ നീ അവൾ സൂക്ഷിക്കണമേ. നിന്റെ ജനത്തെ അങ്ങയുടെ ദാസനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് ഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരണമേ. കർത്താവെ, പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കണമേ. ഇത് ഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ വാഞ്ച വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ. ഈ ലോകത്തോടുള്ള പറ്റുമാനം വിട്ടുമാറാൻ, ദ്രവ്യാഗ്രഹത്തോടുള്ള പറ്റുമാനം വിട്ടുമാറാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. തലമുറയായി നിന്റെ സന്നിധി നിലനിന്നുകൊണ്ട് ഫലം കായ്ക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവേ, സ്തോത്രം. നിന്റെ കൃഷിയാകുന്ന ഞങ്ങളുടെ ഫലമെടുക്കുമ്പോൾ ഞങ്ങളെ ആ കളപ്പുരയിൽ കൂട്ടിവെക്കുന്ന ആ മഹാദിനത്തിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഞങ്ങൾ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ നിങ്ങളെ സൂക്ഷിക്കണം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവേ, നിന്റെ ജനത്തിന് സർവ്വ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ. ആരും ലജ്ജിതരായി തീരരുത്. എല്ലാവരും നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, നന്മ അനുഭവിക്കുവാൻ നിന്റെ വചനപ്രകാരം ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു. ബാലസുമുള്ള ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്ക് മുടക്കം വരുത്തില്ലല്ലോ. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സർവ്വതും നൽകാതിരിക്കുമോ? ആ വചനം ചൊല്ലി നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അടികളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അടികൾ താഴ്മയായി യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ പരിശുദ്ധ പിതാവേ.